ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാവരും വിശേഷം? സ്വന്തം തന്നെയല്ലേ? അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കണം, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഫ്രൈഡേ സ്പെഷ്യലാണ് കേട്ടോ. സിബിലിയും മുനിയും ഒക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്ക് മുനിക്ക് കുറച്ച് നേരം ഒഴിവുണ്ട് കാരണം അപ്പോൾ അങ്ങനെ ഓന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മളെ വീഡിയോസ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ബീഫും കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ കൂട്ടി ഒന്ന് സെറ്റ് ആവാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് രാവിലെ തന്നെ വേവിച്ചെടുത്ത് ഇനിക്ക് ഉള്ളി മാത്രം ഒന്ന് മൂപ്പിച്ചിട്ടാൽ മതി കേട്ടോ, വേറെ ഇതൊന്നുമില്ല. പിന്നെ തൈരുണ്ടാക്കി, സുർക്ക ഉണ്ടാക്കി, ഉള്ളി സുർക്കയൊക്കെ ഇട്ടിട്ട് സിബിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അവർ ഇന്ന് പ്രത്യേകിച്ച് വരും എന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ. ഫ്രൈഡേ ഏറും എല്ലാ ദിവസങ്ങളിലൊക്കെ അവർ സിബിലി വരലുണ്ട്. മുനി അങ്ങനെയൊന്നും വരലില്ല കേട്ടോ. എനിക്ക് കുറച്ച് വരാനും കുറച്ച് ടൈം എടുക്കും. പിന്നെ അവൻ്റെ ഡ്യൂട്ടിക്ക് കയറാനുള്ള ടൈമൊക്കെ മാറുന്നതുകൊണ്ട് അവനങ്ങനെ വരലില്ല. ഞങ്ങൾ മദീനയിൽ പോകുമ്പോൾ ഏറും അവൻ്റെ അടുത്ത് പോരാ കേട്ടോ. അവിടെ മദീനൻ്റെ അടുത്താണ് അവൻ്റെ ലോങ് വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യലാണ്. അപ്പോൾ ഇന്ന് അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചോറൊക്കെ വെന്ത് മസാലയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി നമ്മൾ ദം ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ബിരിയാണി ദമ്മിലിട്ട് കണ്ടൊക്കെ റെഡിയാക്കി വെച്ചപ്പോത്തിന് പാപ്പോന് മദ്രസൊക്കെ കഴിഞ്ഞ് മക്കൾ വന്ന് അവർ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. നിച്ചുട്ടനും ഭാവിയും പള്ളി കഴിഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് കേട്ടോ സിബിലി ഒപ്പം വരൽ. കാരണം അവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമുള്ളൂ ഇവിടെ നിന്ന് പോകാൻ നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന്. അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓല് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു, പപ്പടം പൊരിച്ചിരുന്നു. പപ്പടമൊക്കെ അവർ പള്ളി കഴിഞ്ഞ് വന്നപ്പോഴാണ് കൊടുക്കുന്നത്. പിന്നെ പപ്പടമൊക്കെ പൊരിച്ച് അങ്ങനെ ചോറൊക്കെ ഇതായി. നമ്മൾ ചോറൊന്നായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ച പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ചോറുന്നായിരിക്കും കേട്ടോ. പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുട്ടികൾ മദ്രസൊക്കെ വിട്ട് വന്ന് ക്ഷീണത്തിലേക്കാരം. അപ്പോൾ പെട്ടെന്ന് ചോറൊക്കെ തിന്നും. അപ്പോൾ മുനി വരുമ്പോൾ കുറച്ച് നേരം വൈകുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നിരുന്നു കേട്ടോ. പിന്നെ അവന് പിന്നെ പതുക്കെ വന്നിട്ട് അവനക്ക് പിന്നെയാണ് കൊടുത്തത്. ചോറുന്നലൊക്കെ കഴിഞ്ഞ് സിബിലി നാട്ടിലൊക്കെ ഒന്ന് വിളിച്ചാണ്ട് ഇരിക്കുന്നു. നാട്ടിലിപ്പോൾ ഉച്ച കഴിഞ്ഞാൽ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ മുനി വന്ന് കുറച്ച് നേരം ഇരുന്ന്, കുറച്ച് നേരം ഇരിക്കാൻ ടൈം കിട്ടിയുള്ളൂ കേട്ടോ. ചോറൊക്കെ തിന്ന് കുറച്ച് നേരം ഇരുന്ന് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഫ്രൈഡേ സ്പെഷ്യൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.